നമോസ്തു സർവേഭ്യ. മൂന്ന് വേദങ്ങൾക്ക് പ്രാമാണ്യം കൊടുത്തിരുന്നു. വേദത്രയീ എന്നൊക്കെ പറയാറുണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമവേദമാണ്. ഇപ്പൊ ഋഗ്വേദം ഒന്നാമത്തെ വേദം ഇവിടെ പറഞ്ഞു. ഇപ്പൊ രണ്ടാമത്തേതും മൂന്നാമത്തേതും യജുർവേദം, രണ്ടാമത്തെ യജുർവേദം, മൂന്നാമത്തേത് സാമവേദം, നാലാമത്തേതായുള്ള അഥർവവേദം. അപ്പൊ ഈ ഒന്ന് കഴിഞ്ഞ് ബാക്കി മൂന്നെണ്ണത്തിനെയാണ്, ഈ ത്രീയെയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. യജുർവേദം, യജുസ് എന്ന് പറഞ്ഞാൽ ദേവാരാധന എന്നാണ് അർത്ഥം. യജുസ് എന്നതിന് യാഗം എന്നുകൂടെ അർത്ഥമുണ്ട്. ഗദ്യവും പദ്യവും, പദ്യ രൂപത്തിൽ മാത്രമല്ല ഗദ്യരൂപത്തിലും അതിലെ മന്ത്രങ്ങളുണ്ട്. അതിലെ ഗദ്യ പദ്യ രണ്ടിൻ്റെയും സ്വഭാവത്തോട് കൂടിയിട്ടാണ് അതിലെ വിവരണം വരുന്നത്. 2000 സൂക്തങ്ങളാണ് ഉള്ളത്. 2 ഭാഗങ്ങളായിട്ട് തിരിക്കാം യജുർവേദത്തെ. ശുക്ല യജുർവേദമെന്നും കൃഷ്ണ യജുർവേദമെന്നും. പതഞ്ജലിയുടെ അഭിപ്രായത്തിൽ, പതഞ്ജലി മഹർഷിയുടെ അഭിപ്രായത്തിൽ 101 ശാഖകളാണ് ഈ യജുർവേദത്തിനുള്ളത്. അതിൽ 5 ശാഖകൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. കാഠക സംഹിത, കപിഷ്ടല സംഹിത, മൈത്രായണീ സംഹിത, തൈത്തിരീയ സംഹിത. ഇതിന് ആപസ്തംഭ സംഹിത എന്നുകൂടെ പറയാം. ഇത് കൃഷ്ണ യജുർവേദത്തിലും ശുക്ല യജുർവേദത്തിലെ വാചസനേയി സംഹിത. അങ്ങനെ 5 ശാഖകളാണ് ഉള്ളത്. ഈ വാചസനേയെ കണ്വ സംഹിത എന്നും ആദ്യന്തിന സംഹിത എന്നും 2 തരത്തിൽ തിരിക്കാം. കൃഷ്ണ യജുർവേദത്തിൽ മൈത്രായണിക്ക് 4 കാണ്ഡങ്ങളാണുള്ളത്. 55 പ്രപാഠകങ്ങളാണ്. തൈത്തിരീയ സംഹിതയിൽ 7 അഷ്ടകങ്ങൾ, ഓരോന്നിനും 5 മുതൽ 8 വരെ അധ്യായങ്ങൾ. ആകെ 650 അനുവാകങ്ങളാണ് അവിടെയുള്ളത്. ശുക്ല യജുർവേദത്തിലെ വാചസനേയി സംഹിതയിൽ 40 അധ്യായങ്ങൾ, 263 അനുവാകങ്ങൾ, 2000 സൂക്തങ്ങൾ. ഇതിൻ്റെ 40ാം അധ്യായമാണ് ഈശാവാസ്യോപനിഷത്ത് എന്ന പ്രസിദ്ധമായ ഉപനിഷത്ത്. ശതപഥ ബ്രാഹ്മണം, അത് മാധ്യന്തിന ശാഖയിൽപ്പെടുന്നതാണ്. അത് ശുക്ല യജുർവേദത്തിൻ്റെ ഭാഗമാണ്. ഈശാവാസ്യോപനിഷത്ത് കൂടാതെ തൈത്തിരീയം, കഠം, ശ്വേതാശ്വതരം, ബൃഹദാരണ്യകം, പ്രശ്നോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, മാണ്ഡൂക്യോപനിഷത്ത് ഇവയും യജുർവേദത്തിൽ അന്തർഗതമായിട്ടുള്ള ഉപനിഷത്തുകളാണ്. അഗ്നിഹോത്രം, അശ്വമേധം, രാജസൂയം, ദർശ, പൂർണ്ണമാസം, ചാതുർമാസ്യം എന്നിവയുടെ യാഗവിധികൾ യജുർവേദത്തിൻ്റെ ഭാഗമാണ്. വസിഷ്ഠ മഹർഷി, വിശ്വാമിത്ര മഹർഷി, പ്രജാപതി, ബ്രഹ്മൻ, പരമേഷ്ടി തുടങ്ങി 200-ലധികം ഋഷിമാർ ഇതിലെ മന്ത്രദ്രഷ്ടാക്കളാണ്. ഇന്ദ്രൻ, വായു, അശ്വിനീ ദേവകൾ, വൈശ്വാനരൻ ഇവരാണ് ദേവതകൾ. 1852 യജുർവേദത്തിന് വാചസനേയി സംഹിത മഹീധരന്റെ വ്യാഖ്യാനത്തോടുകൂടി ലണ്ടനിൽ നിന്നും മൈത്രായണീ സംഹിത ജർമ്മനിയിൽ നിന്നും പുറത്തിറങ്ങി. അടുത്തത് ഇതാണ് യജുർവേദത്തെ കുറിച്ച് നമുക്കറിയേണ്ടതായ ഹ്രസ്വമായ വിവരങ്ങൾ. സാമവേദം നമുക്ക് വയലാറിന്റെ കവിതയിൽ വളരെ മനോഹരമായിട്ട് സമവേദ ലഹരി ഹർഷാഞ്ജിതാത്മാക്കളാൽ, സമഗാന ലഹരി, അത് ഇന്ത്യൻ സംഗീതത്തിൽ പലപ്പോഴും പരാമർശിക്കപ്പെട്ടതായിട്ടുള്ള വിഷയമാണ്. സംഗീതത്തിന്റെ ആവിർഭാവം തന്നെ സാമവേദത്തിലൂടെയാണ്. സപ്തസ്വരങ്ങളൊക്കെ സാമവേദത്തിലാണ് വിവരിക്കുന്നത്. അത് തൊട്ടുള്ള സംഗീതത്തിൻ്റെതായിട്ടുള്ള സകല കാര്യങ്ങളും ഈ സമവേദ അന്തർഗതമാണ്. ഈ ഋഗ്വേദത്തിലില്ലാത്ത 75 മന്ത്രങ്ങളാണ് കൂടുതലായിട്ട് സമവേദത്തിലുള്ളത്. അനേകം ശാഖകളുണ്ടെങ്കിലും 3 ശാഖകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. കൗതുമീയം, രാണായനീയം, ജൈമിനീയം. സമവേദ സംഹിതകളെ 2 ആർച്ചികങ്ങളായിട്ട് തിരിക്കാം. ആഗ്നേയകാന്ഡം,
ഐന്ദ്രകാന്ഡം, സോമകാന്ഡം, ആരണ്യകാന്ഡം ഇവയാണ് ഒന്നാമത്തെ ആർച്ചികത്തിന്റെ ഭാഗങ്ങൾ. അതിൽ 650 മന്ത്രങ്ങളാണ്. രണ്ടാമത്തേതിൽ 10 ആർച്ചികങ്ങളാണ്. ഇതാണ് സമവേദത്തിന്റെ ആ ഘടന. സാ കൂട്ടണം അമ. അത് സാ എന്ന് പറഞ്ഞാൽ ഋക്കാണ്, അമ എന്ന് പറഞ്ഞാൽ സ്വരമാണ്. മന്ത്രങ്ങളെ സ്വരത്തോടുകൂടി ഉച്ചരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് സാമം എന്ന് ഉദ്ദേശിക്കുന്നത്. സായണാചാര്യൻ, മാധവാചാര്യൻ, മഹീധരാചാര്യൻ ഇവരാണ് ഇതിന് ഈ സമവേദത്തിന് ഭാഷ്യം രചിച്ച മഹാത്മാക്കളായ ഋഷികൾ. മഹാത്മാക്കൾ ഒരു മഹാപണ്ഡിതന്മാരായ മഹാമനീഷികളാണ്. 1842 ഇംഗ്ലണ്ടിൽ ആദ്യമായിട്ട് ഈ സമവേദം പ്രസിദ്ധീകരിച്ചു. 1848 ജർമ്മനിയിലും പ്രസിദ്ധീകരിച്ചു. അതോടുകൂടിയാണ് ഈ സമവേദം ലോകം മുഴുവനും അറിയപ്പെടുന്നത്. അടുത്തതായിട്ട് അഥർവവേദമാണ്, 4ാമത്തെ വേദം. അതിനെ അഥർവണമെന്നും ബ്രഹ്മവേദമെന്നും അഥർവാംഗിരസ് എന്നും 3 പേരുകളുണ്ട്. അതിലെ 2 മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാർ അഥർവനും ബ്രഹ്മാവുമാണ്. അപ്പം ബ്രഹ്മാവിന് വളരെ പ്രാധാന്യമുള്ള ഒരു വേദം ആണ് അഥർവവേദം എന്ന് പറയുന്നത്. ഭൃഗുവും അംഗിരസ്സും വസിഷ്ഠനും ഭരദ്വാജനും ശൗനകനും പ്രജാപതിയും ഇവരാണ് മന്ത്രദ്രഷ്ടാക്കളായിട്ടുള്ള ഋഷിമാര്. ഇതിൽ 9 ശാഖകളാണ് അഥർവവേദത്തിനുള്ളത്. പൈപ്പലാദം, ശൗനകം, തൗദം, മൗദം, ജലദം, ജാജലം, ബ്രഹ്മപദം, ദേവദർശനം, ചാരണവൈദ്യം. അപ്പോ ഇതൊക്കെയാണ് 9 ശാഖകൾ. അതിൽ ആദ്യത്തെ പൈപ്പലാദവും ശൗനകവും ഇത് രണ്ടും മാത്രമേ നിലവിലുള്ളൂ. ശൗനക ശാഖയ്ക്കാണ് പ്രചാരം. അതിൽ 20 കാണ്ഡങ്ങൾ, 730 സൂക്തങ്ങൾ, 6000 മന്ത്രങ്ങൾ എന്നിങ്ങനെയാണുള്ളത്. ഗോപഥ ബ്രാഹ്മണം അഥർവവേദത്തിന്റെ ഭാഗമാണ്. 112 ഉപനിഷത്തുക്കൾ അഥർവത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടെന്ന് പറയുന്നു. അതിൽ 27 എണ്ണം മാത്രമാണ് അത് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, ഇന്ന് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പ്രശ്നോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, മാണ്ഡൂക്യോപനിഷത്ത്, വൈതാനസ ശ്രൗതസൂത്രം, കൗശികഗൃഹ്യസൂത്രം ഇതെല്ലാം അഥർവവേദത്തിന്റെ ഭാഗമാണ്. വ്യാകരണ ഗ്രന്ഥമായ അഥർവ പ്രാതിശാഖ്യം അഥർവവേദ അന്തർഗതമാണ്. 12 കാണ്ഡങ്ങൾക്ക്, അതിലെ 12 കാണ്ഡങ്ങൾക്ക് സായണ ഭാഷ്യമുണ്ട്. ആയുർവേദവുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നതും ഈ അഥർവ വേദമാണ്. അപ്പം വേദങ്ങളെക്കുറിച്ചുള്ള ഈ പാഠങ്ങൾ, വേദങ്ങളെ ചുരുക്കിയിട്ടുള്ള പാഠങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.